ലൈംഗിക അതിക്രമമടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെങ്കിലും പ്രതി നിതിൻ മോഹൻദാസിനെ ഇനിയും അറസ്റ്റ് പോലും ചെയ്തിട്ടില്ല. താനൂർ, പരപ്പനങ്ങാടി, മാഹി, ബേപ്പൂർ സ്റ്റേഷനുകളിലൊക്കെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? പ്രതികരണം കാണാം. കഴിഞ്ഞ 11-ാം തീയതി എൻ്റെ ഒരു കസിൻ വിളിച്ചിട്ടാണ് ഞാനിത് അറിയുന്നത്. മാർച്ച് 29-ാം തീയതി ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ. അപ്പം എൻ്റെ ഫോളോവർ തന്നെ ആയിട്ടുള്ള ഒരു നിതിൻ മോഹൻദാസ് എൻ്റെ ഫാമിലി മെമ്പറാണ്, ഒരു അകന്ന ബന്ധുവാണ്. വള്ളിക്കുന്ന് സ്വദേശിയായിട്ടുള്ള നിതിൻ മോഹൻദാസ് എന്ന് പറഞ്ഞ ആളുടെ മകനാണ്. നിതിൻ മോഹൻദാസ് എന്ന് പറഞ്ഞ കുട്ടി ഈ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞൊരു ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു. ആ ഗ്രൂപ്പിൽ ഞാനടക്കം ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോസും വീഡിയോസ് അടക്കം ഷെയർ ചെയ്തിട്ടുണ്ട്. സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, മറ്റൊരു യുവതിയുടെയാണ് കേൾക്കുന്നത്. കുറച്ചു മുൻപ് സാന്ദ്രയുടെ കേട്ടു. മുഖം വെളിപ്പെടുത്താതെ തന്നെ നിരവധി പെൺകുട്ടികൾ നമ്മളോടക്കം സംസാരിച്ചിട്ടുണ്ട്. പലതും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് പരിമിതി ഉള്ളത് കൊണ്ടുകൂടിയാണ്. സോണൽ, ഇത്രയധികം പരാതികൾ ഉണ്ടായിട്ടും പലയിടത്തും കേസുകൾ ഉണ്ടായിട്ടും ഈ നിതിനെ പോലുള്ള സൈബർ കുറ്റകൃത്യം ചെയ്യുന്ന കുറ്റവാളികൾക്ക് എന്ത് പ്രിവിലേജ് ആണുള്ളത്? എന്താണ് ഇതിൽ പോലീസിനെ കുടുക്കുന്ന കാര്യങ്ങൾ? മീൻസ് തെളിവുകളില്ല എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഈ സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായ മറ്റെന്തെങ്കിലും തടസ്സമുണ്ടോ പോലീസിന്? റോഷ്നി, പ്രധാനമായി പറയേണ്ടത് 4 സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിതിനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന് മലപ്പുറം ജില്ലയിലെ താനൂർ, പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനുകളാണ്. മറ്റൊന്ന് കോഴിക്കോടുള്ള ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ, പിന്നൊന്ന് ന്യൂമാഹി പോലീസ് സ്റ്റേഷനാണ്. ഇത്രയും സ്റ്റേഷനുകളിൽ പ്രത്യക്ഷത്തിൽ നിതിനെതിരെ പരാതി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി, അതായത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം, അതുപോലെ തന്നെ സ്ത്രീകളെ പിന്തുടരൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്ന സാഹചര്യം, FIR ഇടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ട് ഈ പ്രതിയെ പിടികൂടുന്നില്ല എന്നുള്ളതാണ് ഈ പരാതി നൽകിയ യുവതികളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. ഇത് നിരവധി തവണ ഇവർ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയിച്ചതാണ്. നമ്മളും നിരവധി തവണ പോലീസുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ആവശ്യമായ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ പ്രതിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്ന് കൃത്യമായി ഇയാളുടെ ഫോൺ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ ഫോൺ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കൃത്യമായി അതിൽ നിന്നുള്ള വിവരങ്ങൾ, ഡിലീറ്റ് ചെയ്തത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തിരിച്ചു കിട്ടിയാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ തങ്ങൾക്ക് ലഭിക്കൂ എന്നുള്ളതാണ് പോലീസിന്റെ ഒരു ഭാഗം. അങ്ങനെയെങ്കിൽ ആ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷം കസ്റ്റഡിയിലെടുക്കും, വിശദമായി ചോദ്യം ചെയ്യും, അതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് പരപ്പനങ്ങാടി പോലീസ് ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോഴും ആശങ്കപ്പെടുന്നത് 100ഓളം വരുന്ന യുവതികളാണ് എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം ആ പരിസര പ്രദേശങ്ങളിലുള്ള അവന്റെ ബന്ധുക്കളായിട്ടുള്ള ഒരുപാട് പേരെ അതിൽ കണ്ട, ഗ്രൂപ്പിൽ കണ്ട ആളുകൾ ഉണ്ട് എന്നുള്ളതും കൗതുകം തോന്നുന്ന സാഹചര്യം പോലും ഉണ്ട്. ബന്ധുക്കളായ പെൺകുട്ടികളുടെ പോലും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് വിൽപ്പനയ്ക്ക് വെക്കുന്ന ആളുകളുടെ മനോനില ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് സ്ത്രീകളാവുമ്പോൾ ബന്ധുക്കളെന്നോ അല്ലാത്തവരെന്നോ ഒന്നുമില്ല. സ്ത്രീകളുടെ ഫോട്ടോകൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് സ്റ്റോക്ക് ചെയ്ത് കയറി സ്ക്രീൻഷോട്ട് എടുത്ത് മോർഫ് ചെയ്ത് ടെലഗ്രാം ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് പൈസയ്ക്ക് വിൽക്കുന്ന ടീമുകൾക്കെതിരെ നടപടിയെടുക്കാൻ ഇവിടുത്തെ പോലീസിന് എന്താണ് മടി? സാങ്കേതികമായ എന്തെങ്കിലും കാര്യങ്ങൾ, നിയമത്തിന്റെ നൂലാമാലകൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കപ്പെടേണ്ടതാണെന്നുള്ളത് കാലങ്ങളായി നമ്മൾ ചൂണ്ടിക്കാട്ടുന്ന വിഷയമാണ്.